ജില്ലയിലും കോവിഡ് ജാഗ്രത ശക്തമാക്കിയ ആരോഗ്യവകുപ്പ് ജില്ലയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ആശുപത്രിയിൽ പനിയുമായി എത്തുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം എല്ലാ ആശുപത്രികളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് കേസുകൾ നമ്മുടെ ജില്ലയിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ പണ്ട് കോവിഡ് നിയന്ത്രിച്ചത് SMS എന്നുള്ള ഇതിൻ്റെ രീതിയിലാണ്. കൃത്യമായിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ തന്നെ കോവിഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് കൃത്യമായ നിർദ്ദേശങ്ങൾ ജില്ലാതലത്തിൽ നമുക്ക് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും തന്നിട്ടുണ്ട്. ആശുപത്രികളിൽ പനിയുമായിട്ട് വരുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന രീതിയിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആശുപത്രികളിലും ചെയ്യാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശമുണ്ട്. അതനുസരിച്ച് തന്നെ ഇവിടെ പോകുന്നുമുണ്ട്. കേരളത്തിലാണെങ്കിൽ ഏകദേശം 1500 അടുത്ത് കേസുകളായിട്ടുണ്ട്. 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്കിലാണെങ്കിൽ കേസുകൾ സംശയിക്കുന്ന കേസുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യതയുള്ള കേസുകളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ തന്നെയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഫീൽഡിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം. ഫലം നെഗറ്റീവ് ആണെങ്കിൽ RT-PCR പരിശോധന നടത്തണം. കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.